ഹലോ ഗൈസ്, നമ്മൾ രാവിലെ തന്നെ കുറ്റിമറിച്ച എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കന്യാകുമാരി കാണാൻ പോവുകയാണ് ഗൈസ്. അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ചെയ്ത സമയം തൊട്ടുള്ള ആഗ്രഹമാണ്, ബട്ട് ഇപ്പോഴാണ് ടൈം കിട്ടിയത് ഗൈസ്. ബൈ ഇതിൻ്റെ ഫ്രണ്ട് ഫബിതയാണ് ഗൈസ്. സൺഡേ ആണ് പോയത്, ബട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടാത്തത് കൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നാണ്. പിന്നെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. 9:10 കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് പോയത്. നമ്മളൊരു 8:45 ആയപ്പോൾ തന്നെ അവിടെ എത്തിയിരുന്നു. ട്രെയിൻ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിരുന്നതുകൊണ്ട് നമ്മൾ 10 തവണയൊക്കെ പറഞ്ഞ് ട്രെയിൻ വരുന്നത് വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. കമ്മലാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. 30 രൂപ കൊടുത്ത് മേടിച്ച കമ്മലാണ് ഗൈസ്. അങ്ങനെ ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെ എത്തി ഗൈസ്. നമ്മൾ അപ്പോൾ തന്നെ അതിനുള്ളിൽ കയറി കുറേ പട്ടിഷയൊക്കെ കാണിച്ച് കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത്. ട്രെയിൻ എടുക്കാൻ ലേറ്റായിരുന്നു. ഒരു 9:25 ആയപ്പോഴാണ് ട്രെയിൻ എടുത്തത്. അതിന് കുറേ കുറ്റമൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഇരുന്നു. 9:30 ആയപ്പോഴത്തേക്കും നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. അങ്ങനെ ഒരു 12 മണി ആയപ്പോഴത്തേക്കും നമ്മൾ കന്യാകുമാരി സ്റ്റേഷനിൽ എത്തി ഗൈസ്. അവിടെ സ്റ്റേഷനിൽ റൂട്ട് മാപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു ഓട്ടോ പിടിച്ച് നേരെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഇരിക്കുന്ന ആ സ്പോട്ടില്ലേ അവിടേക്ക് എത്തി. 100 രൂപയാണ് ഓട്ടോ ചാർജ് വരുന്നത്. അങ്ങനെ എത്തിയിരിക്കുകയാണ് ഗൈസ് നമ്മൾ ഇവിടെ. പിന്നെ ഇവിടെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നിറയെ കൊച്ചു കൊച്ചു കടകളുണ്ട്. ഈ ശംഖ് കൊണ്ടുള്ള മാല, കമ്മൽ, അങ്ങനെയുള്ള ഐറ്റംസ് കുറേ ഉണ്ട്. ഞാനധികം ഒന്നും ഷോപ്പ് ചെയ്യാൻ നിന്നില്ല ഗൈസ്. അവൾ എന്തൊക്കെയോ വാരിപ്പിറക്കി എടുക്കുന്ന കണ്ടു. പോയാലും നമ്മളൊന്നും മേടിച്ചില്ലെങ്കിൽ ഫോട്ടോഷൂട്ട് മസ്റ്റാണ്. അങ്ങനെ ഫോട്ടോഷൂട്ടും പർച്ചേസും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു 1:30 ആയപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി. അവളൊരു പനീർ നൂഡിൽസും ഞാനൊരു ഗോബി മഞ്ചൂരിയൻ നൂഡിൽസും ആണ് ഓർഡർ ചെയ്തത്. റേറ്റൊക്കെ വളരെ അഫോർഡബിൾ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സ്പോട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി ഗൈസ്. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ക്യൂ ആയിരുന്നു ഗൈസ്. നല്ല തിരക്കായിരുന്നു. അവിടുത്തെ ക്യൂ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ തലയിറങ്ങി വീഴും. അതുകൊണ്ട് ഞാനിതിവിടെ കാണിക്കുന്നില്ല. പിന്നെ അവിടുത്തെ ക്യൂ ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എക്സാക്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ മോട്ടുമുയലിന് വഴി കാണിക്കാനൊക്കെ പറയില്ലേ, അതേപോലെ വളഞ്ഞും പൊളഞ്ഞുമുള്ള ക്യൂ ഒക്കെ ആയിരുന്നു ഗൈസ്. അങ്ങനെ അവിടെ 1 മണിക്കൂർ പോസ്റ്റ് അടിച്ച് നിന്നതിന് ശേഷം നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലെത്തി ഗൈസ്. ആൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ടിക്കറ്റ് എടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് നേരം പോസ്റ്റ് അടിച്ച് നിന്നതിന് ശേഷമാണ് നമ്മുടെ ബോട്ട് എത്തിയത്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി ഗൈസ്. അവിടെ ചെന്നിട്ട് ഒരു 30 രൂപയും കൂടെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ഉണ്ട് ഗൈസ്. അതും എടുത്തിട്ട് നമ്മൾ വിവേകാനന്ദ റോക്സിലേക്ക് കയറുകയാണ് ഗൈസ്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ മൊബൈലൊന്നും അലൗഡ് അല്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലെത്തി ഗൈസ്. എനിക്ക് നല്ല പേടിയായിരുന്നു ഗൈസ്. ഞാൻ കയറും ഇറങ്ങും അങ്ങനെ ഒരു സെറ്റപ്പിലായിരുന്നു. പക്ഷേ അവൾക്കൊരു പേടിയില്ലായിരുന്നു. അവൾ ഓടി നടന്ന് കുണുകുണാന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടു. അങ്ങനെ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ബോട്ട് പിടിച്ചു ഗൈസ്. വീണ്ടും നമ്മൾ റോട്ട് പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഗൈസ്. ടിക്കറ്റൊക്കെ ഓൾറെഡി ബുക്ക്ഡ് ആയിരുന്നു. സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ദിബ്രുഗർ വിവേക് എക്സ്പ്രസ് നമ്മളെയും വെയിറ്റ് ചെയ്ത് അവിടെ കിടപ്പുണ്ടായിരുന്നു ഗൈസ്. ട്രെയിൻ 5:30 ആയിരുന്നു ഗൈസ്. നമ്മൾ ഒരു 8:30 ആയപ്പോഴത്തേക്കിനും തിരിച്ചിട്ട് വേണ്ടതെത്തി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.